ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. 3 ദിവസം 3 കൊല്ലം. അവനെ ഇനി പറഞ്ഞു വിട്ടുകൊള്ളൂ. സ്വാമി കോളേജ് അധികാരികളോട് അരുളി. സ്വാമിയുടെ കൽപ്പന കേട്ടപ്പോൾ ആദ്യം അവർ അമ്പരന്നു. സ്വാമിയുടെ നീക്കങ്ങൾ എപ്പോഴും അപ്രതീക്ഷിതവും അവിശ്വസനീയവുമാണല്ലോ. കോളേജിൽ ഒരു വിദ്യാർത്ഥിയുണ്ട്, മഹാകുസൃതി, ഉഴപ്പനുമാണ്. ആശ്രമ ജീവിതത്തിന് യോജിക്കാത്ത പ്രകൃതവും പെരുമാറ്റവും. അധ്യാപകർ നയപൂർവം സംസാരിച്ചു, ശാസിച്ചു, ശിക്ഷിച്ചു. പക്ഷേ അവൻ അതിനൊന്നും വഴങ്ങിയില്ല. ഒടുവിൽ അധികൃതർ സ്വാമിയെ വിവരം അറിയിച്ചു. ഭഗവാൻ മൗനം ദീക്ഷിച്ചു. സ്വാമി സന്നിധിയിൽ വീണ്ടും പലവട്ടം അധികാരികൾ പരാതിപ്പെട്ടു. അപ്പോഴെല്ലാം മൗനമായിരുന്നു ഭഗവാന്റെ വാചാലമായ ഉത്തരം. ഭഗവാന്റെ മൗനത്തിനു പിന്നിലുള്ള വ്യാഖ്യാനം തേടി എല്ലാവരും. ഒരുപക്ഷെ പ്രാരബ്ധവശാൽ ഉഴപ്പുന്നതായിരിക്കാം. കരുണാസിന്ധുവായ വിഭു തന്റെ മുടിയനായ പുത്രനെയും എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കുകയായിരിക്കാം. ഇങ്ങനെയൊക്കെ അവർ വിചാരിച്ചു. കാലം തള്ളി നീക്കി. എല്ലാം സ്വാമിക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനു പറയണം? ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഭഗവാൻ തന്നെ എടുക്കട്ടെ എന്നായിരുന്നു അധികാരികളും സഹപാഠികളും ഒടുവിൽ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ ആജ്ഞ. ഇനി അവനെ പറഞ്ഞു വിട്ടുകൊള്ളൂ. വർഷങ്ങൾ നീണ്ട സ്വാമിയുടെ മൗനത്തിന്റെ കാരണം ഒരാൾ ആരാഞ്ഞു. അവിടുന്ന് അരുളി. ഷർദി ശരീരത്തിൽ ഞാൻ വസിക്കുമ്പോൾ ഒരിക്കൽ അവൻ എനിക്ക് 3 ദിവസം താമസിക്കാൻ സങ്കേതം നൽകി. ആ 3 ദിവസത്തിന് പകരമായി ഞാൻ അവന് 3 കൊല്ലം എന്റെ കോളേജിൽ അവസരം കൊടുത്തു. എന്നിട്ടും നന്നാകാനുള്ള ശ്രമം അവനില്ല. ഇന്ന് ആ 3 കൊല്ലം കഴിഞ്ഞു. ഇനി അവൻ പൊയ്ക്കൊള്ളട്ടെ. ഭഗവത് സേവ ചെയ്യാൻ ലഭിക്കുന്ന ഓരോ സന്ദർഭത്തിലും ഇക്കാര്യം ഉള്ളിൽ തട്ടി ഓർക്കുക. ഈ അവസരങ്ങളെല്ലാം അവിടുന്ന് കനിഞ്ഞു തന്നതാണ്, അല്ലാതെ സ്വന്തം ഇച്ഛപ്രകാരമോ സങ്കല്പ പ്രഭാവത്താലോ അല്ല. വിഭുവിന്റെ ആ ഹൈതുക കൃപ തന്നെ കാരണം. പ്രശാന്തി മന്ദിരത്തിലെയോ മറ്റേതെങ്കിലും പുണ്യസ്ഥലങ്ങളിലെയോ ഒരു ഇലയെങ്കിലും പെറുക്കി അവിടം വൃത്തിയാക്കാൻ മനസ്സിൽ തോന്നിയാൽ ഉടൻ ഭഗവത് തൃപ്പാദങ്ങളെ മനസ്സാ നമിക്കുക. കാരണം ആ സച്ചിന്ത അവിടുത്തെ കരുണയുടെ മുദ്രയാണ്. അവിടുന്നാണ് ആ ചിന്ത മനസ്സിൽ ഉണർത്തിയത്. അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭോ, അവിടുത്തെ സേവിക്കാനുള്ള അവസരം നൽകണേ. ആ അവസരങ്ങൾ യുക്തിയോടെ ശക്തിയോടെ ഭക്തിപൂർവം ഉപയോഗിക്കുവാനുള്ള സദ്ബുദ്ധിയും കനിഞ്ഞേകണേ. ഓരോ ജീവശ്വാസവും അവിടുത്തെ സ്മരണയാൽ പൂരിതമായിരിക്കണമേ. കാരണം അവിടുത്തേക്ക് ഭക്തന്മാർ ഒട്ടേറെയുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് മാത്രമേയുള്ളൂ. ഞങ്ങൾ വന്നാൽ പുട്ടവർത്തിയിലെ സേവനം കഴിഞ്ഞ് UP സേവാദൽമാർ ഭഗവത് തൃപ്പാദങ്ങളിൽ സ്പർശനവും അനുഗ്രഹവും തേടി അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മധുര സ്മരണയുമായി മടങ്ങാൻ ഒരുങ്ങുന്നു. ഓരോരുത്തരും തങ്ങളുടെ ലോകത്തിൽ തന്നെ ആയിരുന്നു. ഡ്യൂട്ടിയിൽ സംതൃപ്തി നേടിയവർ ഇത്രയും പോരാ, ഇനിയും നന്നായി അധ്വാനിക്കണം, എങ്കിലേ വിഭുവിന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടൂ എന്ന് ചിന്തിക്കുന്നവർ, കൂടുതൽ സേവനം ചെയ്യാൻ ദൃഢനിശ്ചയമെടുത്തവർ. ഒരു സേവാദൾ ഡ്യൂട്ടി കഴിഞ്ഞ് യാത്ര തിരിച്ചത് ഗൃഹത്തിലേക്കല്ല, കുംഭമേളയ്ക്കാണ്. മഹനീയമായ കുംഭമേളയിലും പങ്കെടുത്തിട്ട് പോകാമെന്ന് അദ്ദേഹം കരുതി. നീണ്ട യാത്രയ്ക്ക് ശേഷം കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തി. ജനപ്രളയം. എത്രയോ മഹാത്മാക്കൾ, സജ്ജനങ്ങൾ, സന്യാസി വര്യന്മാർ. സേവാദൾ കാഴ്ച കണ്ടു നടന്ന് ഒരു സന്യാസിയുടെ സമീപം എത്തി. മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞു. ദേവരാജ് ബാബ, ശ്രേഷ്ഠനായ സന്യാസി വര്യൻ. സേവാദലിനെ കണ്ടപ്പോൾ തന്നെ യോഗി അയാളെ ഉറ്റുനോക്കി. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഏതോ പുണ്യ സ്ഥലത്ത് നിന്നാണല്ലോ വരുന്നത്. എനിക്ക് ആ സ്ഥലത്തിന്റെ ആത്മീയ പ്രഭാവം അനുഭവപ്പെടുന്നു. എവിടുന്ന് വരുന്നു? ഭയഭക്തി ബഹുമാനത്തോടെ സേവാദൽ പറഞ്ഞു, ഞാൻ പുട്ടവർത്തിയിൽ നിന്ന് വരുന്നു. അവിടെ ഭഗവാൻ സത്യസായി. മതി മതി, കൂടുതൽ പറയണ്ട, എല്ലാം എനിക്കറിയാം. നിങ്ങൾ വരുന്നത് സാക്ഷാൽ വൈകുണ്ഠത്തിൽ നിന്നു തന്നെ. അവിടുന്ന് ഭഗവാൻ തന്നെയാണ്. മുറുക്കെ പിടിച്ചുകൊള്ളൂ. അവിടുത്തെ സേവിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത്. സമ്പൂർണ്ണ അവതാരമാണത്. ബാബയുടെ മഹത്വം ഒരു മഹാത്മാവ് കീർത്തിക്കുന്നത് കേട്ടപ്പോൾ സേവാദളിന് രോമാഞ്ചമുണ്ടായി. കൺകോണുകൾ നനഞ്ഞു. ആനന്ദത്തോടെ അദ്ദേഹം തിരക്കി, അവിടുന്ന് സ്വാമിയെ ദർശിച്ചിട്ടുണ്ടോ? ഇല്ല, വിടർന്ന പുഞ്ചിരിയോടെ യോഗി പറഞ്ഞു. സേവാദൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, സ്വാമി ഭഗവാൻ എന്ന ഉറപ്പുണ്ടായിട്ടും അങ്ങ് എന്തുകൊണ്ട് പോകുന്നില്ല, ദർശനം നേടുന്നില്ല? അപ്പോൾ ഭംഗിവാക്ക് പറഞ്ഞതാണോ? പുഞ്ചിരിയോടെ സ്വാമി പറഞ്ഞു, ചോദ്യം നന്നായി, ഉത്തരം കേട്ടോളൂ. ഭഗവാൻ ഞങ്ങളുടെ വായ് മൂടിക്കെട്ടിയിരിക്കുന്നു.
ഞങ്ങളുടെ കാലുകൾ ബന്ധിച്ചിരിക്കുന്നു. അതുതന്നെ കാരണം. എന്തിനാണ് ഈ ബന്ധനമെന്ന് അറിയണ്ടേ? ഞങ്ങളെ പോലുള്ളവർ അങ്ങോട്ട് വന്നു തുടങ്ങിയാൽ, സ്വാമിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ സമസ്ത ലോകവും അങ്ങോട്ട് യാത്രയാകും. ഇപ്പോൾ അവിടുന്ന് അക്കാര്യം ഇച്ഛിക്കുന്നില്ല. അതുതന്നെ സംഗതി. നമുക്ക് കിട്ടിയ അസുലഭാവസരത്തെ ഭഗവാൻ ബാബ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏത് വിധേനയും നമ്മെ ദുരന്തത്തിൽ നിന്നും കരകയറ്റണം. അതിനായി അവിടുന്ന് അഹോരാത്രം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. നാം അവിടുത്തെ ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ? ആലോചിക്കൂ. ഓം തത് സത്ത്.